അതെ. അതായത് ഈ പ്രണയത്തെ പറ്റിയിട്ട് നിധിക്ക് എന്താണ് അഭിപ്രായം? എന്താ? അല്ല, ഈ പ്രേമത്തെ പറ്റി ഇയാൾ എന്താ വിചാരിക്കുന്നത്? ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും വിചാരിക്കുന്നില്ല. അതൊന്നും തൊലിഞ്ഞ് ഇവൾ ഒരു സ്റ്റെപ്പെങ്കിലും ഇട്ടാലല്ലേ അങ്ങോട്ട് 4 സ്റ്റെപ്പ് ഇടാൻ പറ്റുമോ? ഇങ്ങനെ ഗേറ്റ് അടച്ച് താഴത്ത് പൂട്ടി വെക്കണോ മനസ്സ്? അതല്ല, ഈ പ്രേമിക്കുന്നവരില്ലേ അവരെ പറ്റി ശരിക്കും എന്താ വിചാരിക്കുന്നത്? അവരെ പറ്റി ഞാനെന്തിനാ വിചാരിക്കുന്നത്? അത് പ്രേമിക്കുന്നവരല്ലേ വിചാരിക്കണ്ടേ? ശരി, എന്നാ അത് വിട്. വേറൊരു ചോദ്യം ഇവിടെ. ഈ പ്രേമിക്കുന്നത് തെറ്റാണോ ശരിയാണോ? അതെന്തൊരു ചോദ്യ? നല്ല കാര്യല്ലേ? ലോകം ഉണ്ടായ കാലം മുതലുള്ളതല്ലേ? അതാണ് അതാണ് കാര്യം. എന്നാ പിന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. നിധി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരാളെ പോലും? അല്ല, ഈ ഇൻഫാക്ച്വേഷൻ, ക്രഷ്, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? ക്രഷ് ഉണ്ടായിരുന്നു മുൻപ്. +2 പഠിക്കുന്ന കാലത്താ. ട്യൂഷന് പോകുന്ന സ്ഥലത്ത് ഒരു പയ്യനോട് ഒരു കുട്ടി ഇഷ്ടമുണ്ടായിരുന്നു. എന്നിട്ടെന്താ, സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ പോകാൻ തുടങ്ങി. പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല. ഇയാൾക്ക് അന്വേഷിച്ച് നോക്കൂടെ? ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ പേര് വെച്ച് നോക്കിയാലേ ഈസി ആയിട്ട് കണ്ടുപിടിക്കാന്നേ. എന്തിന്? അല്ല, ഈ കാണണമെന്നൊരാഗ്രഹം ഉണ്ടാവൂലേ? ഇല്ല. ഇല്ലേ? ട്യൂഷൻ ക്ലാസ് വെച്ചുള്ള പരിചയം. വെറുതെ കൂട്ടുകാർ അതും പറഞ്ഞുണ്ടാക്കി ആ സമയത്ത് ഒരു രസം. ജീവിതം മുഴുവൻ അത് ഓർത്തിരിക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് കോളേജ് വെച്ചിട്ടോ? ഇതൊക്കെ ബീച്ച് വെച്ച് ചോദിച്ചാണല്ലോ. അന്ന് ഞാൻ ഉത്തരം പറഞ്ഞല്ലേ. എനിക്ക് അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെന്താ? അതിപ്പോ ഞാനെന്താ പറയാ? ചിലപ്പോ എന്റെ അച്ഛനെ പേടിച്ച് പിള്ളേർക്ക് അപ്രോച്ച് ചെയ്യാൻ പേടിയായിരുന്നിരിക്കും. ആയിരിക്കും. നിധിക്ക് അങ്ങോട്ട് ആരോടും ഒരു താല്പര്യം? എനിക്ക് പഠിക്കാൻ തന്നെ സമയം ഉണ്ടായിരുന്നില്ല. പിന്നല്ലേ. നിധിക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഞാനെന്ത് ചോദിക്കാൻ? അല്ല, എനിക്ക് ആരോടെങ്കിലും വല്ല പ്രേമമോ ക്രഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോന്ന്? ശരി, സുധീഷ് പ്രേമിച്ചിട്ടുണ്ടോ? പിന്നെ ഇല്ലേ? നല്ല ചോദ്യം. അതൊക്കെ വലിയ കഥകളാണേ. എഴുതി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കഥയും ഓരോ കിടുപടങ്ങളായിട്ടുണ്ടാവും. ഓരോ ദിവസം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അയ്യോ, മതി മതി മതി, വേണ്ട. അല്ല, കേൾക്കണ്ടേ? പ്ലീസ്, കഥ വേണ്ട. വേണ്ടേ? ഒരു സിനിമയുടെ അത്ര ഉണ്ടല്ലോ, അത് മുഴുവൻ കേൾക്കാനുള്ള മൂടില്ല, അതുകൊണ്ടാ. അയ്യോ, ഏതാ ഞാനൊരു ഷോർട്ട് ഫിലിമിന്റെ അത്രയുള്ള കഥ പറയാം. വേണ്ടേ? അതും വേണ്ടേ? ഈ പാട്ടും കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ വീടെത്തും. അതിനിടയിൽ എന്തിനാ കഥയും സിനിമയൊക്കെ? വേണ്ട. എങ്ങനെ വളയ്ക്കാൻ നോക്കിയിട്ടും വളയുന്നില്ലല്ലോ ഈശ്വര. കൊത്തിയെന്ന് തോന്നുമ്പോഴേക്കും ഒന്ന് മുങ്ങിക്കളയും. ഇതിനാ കാശെടുക്കുന്നത്? എന്നെ കൂട്ടിക്കൊണ്ടുപോയി തിരിച്ചു വന്നില്ലേ, അതിന്. അത് ശരി, ഇത് കുറച്ച് കൂടി പോയിട്ടാ. എന്നെ ഇങ്ങനെ അവമാനിക്കരുതേ. സുധീഷിന്റെ തിരക്ക് എനിക്കറിയാം. എനിക്ക് വേണ്ടി ഇത്രയും നേരം കളഞ്ഞതല്ലേ. അതിന് പൈസ വേണമെന്ന് ഞാൻ പറഞ്ഞു ഇയാളോട്. പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞു ചെയ്യണ്ടേ. എടോ, എന്നെ എപ്പോഴും ഒരു ഡ്രൈവറായിട്ട് മാത്രം കാണുന്ന എന്തിനാന്ന്? അയ്യോ, അങ്ങനെയല്ല. ഇപ്പൊ ഇത് വാങ്ങിയില്ലെങ്കിലേ അടുത്ത തവണ കാർ കയറുമ്പോ എനിക്കൊരുമാതിരി വല്ലാതെ തോന്നും. ഉള്ള ജോലി കളഞ്ഞിട്ട് എന്റെ ആവശ്യത്തിന് വേണ്ടി അലയുന്നല്ലേ. വെറുതെ ആയോ എനിക്കൊരു ഗിൽറ്റ് ഫീൽ ആവും. ഇത് വാങ്ങിക്ക്. ഏയ്, അതൊന്നും വേണ്ടെന്നേ. അവൻ ശരിയാവൂല. ഒരു ശരിയേടുമില്ല. വാങ്ങ. വേണ്ടെന്നേ. നിധി, സുധീഷ് വീട്ടിലേക്ക് വരുന്നില്ലേ? എനിക്ക് വേറെ ജോലിയുണ്ട്. അപ്പൊ ഓക്കെ. ഓക്കേന്നാ. ഒന്ന് വന്നിട്ട് പോന്ന് പോലും പറഞ്ഞില്ല. ശുഭാഷേട്ടൻ പോലും കൂടെ പറക്കാത്ത സഹോദരൻ. ഞാൻ വെറും ഡ്രൈവറും ഒരു ഫ്രണ്ട് പോലും അല്ല. ഈ കാശ് തന്ന് കടം വീട്ടിയ എല്ലാം ഓക്കെ എന്ന വിചാരം. അല്ലെങ്കിൽ വേണ്ട. നികേഷ്, ചൂടോട്ട് മനുഷ്യനോട് ഇരിക്കാൻ വയ്യ. അതിനുള്ള അവന്റെ പാട്ട്. ഇത് മനഃപൂർവ്വം ചെയ്യണതാ. അവിടെ കല്യാണം നടത്താനും നമ്മളിപ്പോഴും ഓർത്തോണ്ടിരിക്കുന്നു. അതാ ഞാനത് അറിഞ്ഞിട്ട് ഞാൻ ലൈൻമാരി ഒരു കുപ്പി വാശി കൊടുത്തിട്ട് കറണ്ട് കിട്ടിയായിരുന്നു. ഹരീഷേ, സൗണ്ട് പറയാൻ പറയണ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്ന്. ഹരീഷേ, നീ അവിടെ ഇരുന്നേ. അങ്ങനെ പറയുന്നതായിട്ട് നീ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത്. അതിന് ആര് പോകുന്നു കേട്ടാ? ഉറക്കം വരുന്നില്ലെങ്കിലേ ചെവിയിൽ കുറച്ച് മണ്ണ് വാരി കുറച്ച് അടക്കി. നിങ്ങളുടെ സ്വഭാവം കാരണ അമ്മായിയും വലിയച്ഛനൊക്കെ ശത്രുക്കളെ. അതുകൊണ്ട് മാത്ര സുഭാഷേന്റെ സുനന്ദയുടെ കല്യാണം നടക്കാണ്ട് പോയെ. അതാടാ, ഇനിയിപ്പോ അതും കൂടെ എന്നെ തലയോട് ഇട്ടിട്ടോ. അവളുടെ അച്ഛൻ ദുബായിന്ന് നല്ല കിടുന്ന ചെറുക്കനെ കൊണ്ട് കൊടുത്തപ്പോ അവള് നിന്റെ ചേട്ടൻ മേസ്തിരിയെ തേച്ചു. അതിന് എന്റെ പാക്കറ്റ് കയറാനുണ്ട. അല്ല ഇങ്ങനെ ഞാൻ വിടറാ. അല്ല, സമയത്തായി. സുഭാഷേട്ടൻ ഇനിയും കണ്ടില്ലല്ലോ. ഇപ്പൊ ഫോൺ വന്നിരുന്നു. വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞു. സുഭാഷേട്ടൻ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. ഇതൊന്ന് കഴിഞ്ഞു കിട്ടട്ടെ. ഉള്ളിൽ എത്ര സങ്കടം ഉണ്ടെങ്കിലും അതൊന്നും പുറത്തു കാണിക്കില്ലല്ലോ. അമർത്തി വെച്ച് ഉള്ളിൽ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. സുഭാഷേട്ടൻ അത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളെ ആര് വേണേലും കല്യാണം കഴിച്ചങ്ങ് പോട്ടെന്ന് വിചാരിക്കണം. നമ്മൾ വരുന്ന എത്ര ട്രൈ ചെയ്താണ്. കുറച്ചെങ്കിലും റിസ്ക് എടുത്ത് വരാൻ നമുക്ക് തോന്നിയില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് പോകുന്ന നല്ലത്. എടാ നികേഷേ, നീ സുഭാഷേട്ടൻ ഒന്നുണ്ടെന്ന് വിളിച്ചേ. എവിടെ എത്തിന്ന് ചോദിക്കും. ചിലപ്പോ പഴത്തിൽ തന്നെ ഇരിക്കണെങ്കിലോ. 2 ദിവസമായിട്ട് സുഭാഷേട്ടന്റെ പ്രകൃതി അത്ര ശരിയല്ല. നാളെ കല്യാണം കൂടി കഴിയുമ്പോ എങ്ങനെ ഓവർകം ചെയ്യുന്ന? കോള് കട്ട് ചെയ്തല്ലോ. കട്ട് ചെയ്ത കേട്ടില്ലടാ, അടിയന്തര പാട്ട്. സുഭാഷേട്ടൻ വന്നോന്നല്ലോ. ഇവിടെ എത്തിയപ്പോഴാ നീ വിളിച്ചത്. ഇന്നേ എഞ്ചിനീയർ എത്താൻ വൈകി. ആളെ കാത്തുന്നോണ്ടാ വൈകിയത്. അല്ല, ഇതെന്താ കയ്യില് പാഴ്സലൊക്കെ? വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഒന്ന് കരുതി. അപ്പൊ പിന്നെ എല്ലാവർക്കും ബിരിയാണി വാങ്ങിച്ചു. നേരെ ഇത്രയില്ലേ. അല്ല, വൈകാതെ കഴിച്ചേ. എല്ലാവരും ഒരുമാതിരി നോക്കിയിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഞങ്ങൾക്കൊന്നുമില്ല. എന്നാ വാ കഴിക്കാം. ഞാൻ അടുത്ത് വെച്ചോണം. സുഭാഷേട്ടൻ പോയി കുളിച്ചിട്ട് വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇത് നിങ്ങൾക്കായിട്ട് വാങ്ങിയതാ. എനിക്ക് അങ്ങനെ വിശപ്പില്ല. അതെന്താ ചേട്ടന് വിശപ്പില്ലാത്ത? ഒരു ചെറിയ തലവേദന പോലെ. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ ഈ തലവേദന. അതെന്താണെന്നറിയില്ല. അത് ഭേദമായിക്കോളൂ. നിങ്ങൾ കഴിക്കും, ഞാൻ വരാം. അത് ശരി. നിങ്ങളിപ്പോൾ അതേ നിപ്പ് നിൽക്കുകയാണോ? പ്ലേറ്റ് പോലും എടുത്തിട്ടില്ലല്ലോ. ശരി, ഞാൻ എടുത്തോണ്ട് വരാം.
കൈ കിട്ടോ? കൈ കഴുകുന്നില്ലേ? ഓഹോ അധികം ചെളിയൊന്നുമില്ലെന്നേ. അപ്പൊ കുറച്ചുണ്ടല്ലോ, അത് കഴുകിക്കളഞ്ഞിട്ട് വാ. ഇരുന്നില്ലേ ഇപ്പോ? എണീക്കാലോ. ഓ എനിക്ക് വൈകി കൈയൊന്നും കഴിയും. ഇത്തിരി വൃത്തിക്കൊക്കെ നടന്നോട്ടോ. പിന്നെ ഇന്ന് പുറത്തുനിന്നാണോ? അതെ. ബിരിയാണിയാണോ? പോത്തോ കോഴിയോ? കോഴി. ആ കല്യാണത്തലേന്ന് കോഴി ബിരിയാണി നല്ലതാ. ഓ പ്ലേറ്റ് ഒന്നും വേണ്ട, ആ പെട്ടിന്റെ നേരിട്ട് കഴിച്ചോളാം. അതെ, നിങ്ങൾ എടുത്ത് കഴിച്ചോ, അല്ലെങ്കിൽ വേണ്ട ഞാനും ഇരിക്കാം. കഴിക്കും. സുഭാഷേട്ടന് ബിരിയാണി ഇഷ്ടമാണല്ലോ, എന്നിട്ട് എത്ര കുറച്ചെടുത്തത്? തലവേദന ഞാൻ പറഞ്ഞില്ലടാ, ഗുരുതരം വേണം. അത് മാറിക്കോളും മോളെ. അവന് തലവേദന അല്ല മോളെ, ഹൃദയവേദന. ആ പൂതലയുടെ വീട്ടിലെ പാട്ട് മാറി കഴിയുമ്പോ അവന് മൊബൈലേ മാനസമായി വെച്ചോട്, അവനത്തിന് സമാധാനമാവട്ടെ. ഇങ്ങനെ ചെന്നേ സുഭാഷ് ചേട്ടാ കഴിക്കേ. സുഭാഷ് ചേട്ടാ ഏട്ടാ വെള്ളം എടുക്ക പതുക്കെ. ഇതാ കുടി. ഓക്കെ കഴിക്കും. ഓ നിർത്തിയോ? സുധീഷ്, അത് സുഭാഷ് ചേട്ടന് കൂടുതൽ വിഷമാവുള്ളൂ. വീട്ടേക്ക് കുറച്ച് മുമ്പ് നിർത്തിക്കോളും. ഈ വീട് വെച്ച് ഇവിടെ കാണുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞ് മറക്കാവുന്നേ ഉള്ളൂ ഇതല്ല. പുതിയ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാവും ഉപേക്ഷിച്ച് കളഞ്ഞ നല്ലതിനായിരുന്നു എന്ന്. സുഭാഷ് ചേട്ടൻ സ്വന്തം സങ്കടം ആരോടും പറയാറില്ല. മറ്റുള്ളവരുടെ സന്തോഷ പ്രധാനം. അവളോടുള്ള ഇഷ്ടം ഒരിക്കൽ പോലും തുറന്നു പറയാൻ പറ്റാതെ പോയി പാവത്തിന്.